ശരി. വിഷ്ണു ധനമന്ത്രി നിയമസഭയിലേക്ക് പുറപ്പെടുന്ന ആ മുറയ്ക്ക് വിഷ്ണുവിലേക്ക് നമുക്ക് തിരിച്ചെത്താം. നമ്മുടെ അതിഥികൾ തുടരുന്നുണ്ട്. ശ്രീ രാജേന്ദ്രൻ പന്തളം, നേരത്തെ ഈ വസന്ത തെങ്കുംപള്ളി പ്രതിപക്ഷമിറക്കിയ ധവളപത്രത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. എന്നാൽ ഈ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില വ്യക്തമാക്കിക്കൊണ്ട് ഇതുവരെയും സംസ്ഥാന സർക്കാർ ആ രീതിയിലൊരു ധവളപത്രമൊന്നും പുറത്തിറക്കിയിട്ടില്ല. പുറത്തു പറയുന്ന ഈ കണക്കുകൾ പലപ്പോഴും ഊതിപ്പെരിപ്പിച്ചതോ അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു വ്യക്തമായ കണക്കുകളൊന്നും ലഭ്യവുമല്ല. സംസ്ഥാന സർക്കാർ ഇപ്പോഴെന്താണ് കേരളത്തിന്റെ ധനസ്ഥിതി എന്നത് സംബന്ധിച്ചൊരു ധവളപത്രം പുറത്തിറക്കേണ്ടതല്ലേ? ഇത് ഡിമാൻഡ് വളരെ നമ്മൾ കേരളത്തിലെ നിയമസഭയിലും അതുപോലെ തന്നെ പുറത്തും ഉന്നയിക്കപ്പെട്ടതാണ്. നിങ്ങൾ കേന്ദ്രം എങ്ങനെ നിങ്ങളുടെ വിഹിതം നിഷേധിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളൊരു ധവളപത്രം പുറത്തെടുക്കുന്നില്ല എന്ന് കോൺഗ്രസ്സുകാർ തന്നെ പ്രതിപക്ഷം തന്നെ ചോദിച്ചത്. അതുപോലെ തന്നെ കേന്ദ്രം കൊടുത്തിരിക്കുന്ന സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിലും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ അഫിഡവിറ്റ് കൊടുക്കുന്നില്ല? അഫിഡവിറ്റ് അല്ല, സോറി, ധവളപത്രം, വൈറ്റ് പേപ്പർ വെക്കുന്നില്ല. കേന്ദ്ര ബജറ്റിനോടൊപ്പം നിർമ്മലാ സീതാരാമൻ ഈ പ്രാവശ്യം ഒരു വൈറ്റ് പേപ്പർ കൂടി വെച്ചിട്ടുണ്ട്, അതായത് ധവളപത്രം കൂടി വെച്ചിട്ടുണ്ട്. പക്ഷെ കേരള ഗവൺമെന്റ് ഇത് പറയുന്നതല്ലാതെ പ്രസ്താവനകൾ നടത്തുകയും പ്രതിപക്ഷത്തിനെ ഞങ്ങളോടൊപ്പം സമരം ചെയ്യാൻ ക്ഷണിക്കുകയും നമുക്ക് ഏകകണ്ഠമായിട്ട് ഒരു പ്രമേയം പാസ്സാക്കുകയും ചെയ്യാമെന്ന് പറയുന്നതല്ലാതെ ധവളപത്രം പുറപ്പെടുവിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഈ പറയുന്നത് കൂടുതലും രാഷ്ട്രീയമാണ്, സത്യസന്ധമല്ല എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ഈ മന്ത്രി കൂടുതലും പറയുന്ന ഹിന്ദു പേപ്പറിൽ ഇങ്ങനെ പറഞ്ഞിട്ട് അതിനെ ആസ്പദമാക്കിയാണോ വേണ്ടത്? അദ്ദേഹത്തിന്റെ വകുപ്പിൽ തന്നെ ധാരാളം വിദഗ്ധന്മാരില്ലേ? ആധികാരികമായ കണക്കുകൾ അവരിലെന്നല്ലേ? ഹിന്ദുവിലാണെങ്കിലും, ഹിന്ദു വലിയ പത്രമാണെങ്കിലും അതിലെ ഒരു പത്രപ്രവർത്തകൻ നടത്തുന്ന നിരീക്ഷണം വെച്ചുകൊണ്ടാണോ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭരണം കൈയാളുന്ന ധനകാര്യമന്ത്രി കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടത്? അതല്ല, നിങ്ങളുടെ കയ്യിൽ ഒരു കണക്കുണ്ടല്ലോ, അതിനൊരു ധവളപത്രം പുറപ്പെടുവിക്കൂ, ഒരു വൈറ്റ് പേപ്പർ പുറപ്പെടുവിക്കൂ, ജനങ്ങൾ മനസ്സിലാക്കട്ടെ, വിദഗ്ധർ മനസ്സിലാക്കട്ടെ, ചർച്ച ചെയ്യട്ടെ. അതിന് പകരം ഇങ്ങനെ ഹിന്ദു പേപ്പറിൽ ഇങ്ങനെ വന്നു നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നില്ല എന്ന് പ്രതിപക്ഷത്തോടെ പറഞ്ഞിട്ട് എന്താ കാര്യം? ധവളപത്രം പുറത്തിറക്കി ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് പ്രതിപക്ഷം സഹകരിക്കുന്നില്ലെങ്കിൽ നമുക്ക് അവിടെ വെച്ച് അവരോട് ചോദിക്കാം, നിങ്ങൾ എന്തുകൊണ്ട് അവരോടൊപ്പം നിൽക്കുന്നില്ല? പക്ഷെ അത് പുറപ്പെടുവിക്കാതെ കൊണ്ട് രാഷ്ട്രീയവുമാണ്. അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിൽ മുഴുവൻ കോൺഗ്രസ് ഇതര ഭരണമാണല്ലോ ഉള്ളത്. ഒരൊറ്റ ഗവൺമെന്റും ഇതുപോലെ ഏറ്റുമുട്ടാൻ പോയിട്ടില്ല. ധനമന്ത്രി പറഞ്ഞത്, കഴിഞ്ഞ ദിവസം പറഞ്ഞത്, കർണാടകവും കണ്ടോ, നമ്മൾ നടത്തുന്ന സമരത്തിന്റെ 8-ാം തീയതി നടത്തുന്നു, അവർ 7-ാം തീയതി നടത്തുന്നു, കണ്ടോ ഞങ്ങളുടെ കൂടെ കർണാടകവും വന്നെന്ന്. പക്ഷെ എൻറ്റയർലി ഡിഫറന്റ് ആണ് കാര്യം. അവര് പോകുന്നത് വരൾച്ച ദുരിതാശ്വാസം അവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞാണ്, അല്ലാതെ ധനകാര്യ കമ്മീഷൻ അവരുടെ വിഹിതം കുറച്ചു എന്ന് പറഞ്ഞിട്ടില്ല. ഒരു സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റും അങ്ങനെ പറഞ്ഞിട്ടില്ല. കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പക്ഷേ കേന്ദ്രത്തിനെതിരെ ഒരു സമരത്തിന് കർണാടക മുഖ്യമന്ത്രിയും അവിടുത്തെ ഭരണകക്ഷി MLA-മാരും ഒരുമിച്ച് പോവുകയാണ്. അത് കേന്ദ്ര സർക്കാരിനെതിരെ തന്നെയുള്ള സമരമാണ്. രണ്ട് പ്രത്യേക സാഹചര്യങ്ങളിലാണെന്ന് മാത്രമേ ഉള്ളൂ. അതെ, കാരണം വ്യത്യസ്തമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, കാരണങ്ങൾ വ്യത്യസ്തമാണ്, പറയുന്ന കാരണങ്ങൾ വ്യത്യസ്തമാണ് എന്ന് മാത്രമാണ്. അതുപോലെ തന്നെ ചാക്കുണ്ണി സാറ് പറഞ്ഞ കാര്യത്തിനോട് അനുബന്ധമായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ടൂറിസം പ്രൊമോഷനിൽ നമ്മൾ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്, UDF ഇരുന്നപ്പോഴും അതുപോലെ LDF ഇരുന്നപ്പോഴും. ഇപ്പോ നമുക്കൊരു പൊട്ടൻഷ്യൽ ഉള്ളത് ലക്ഷദ്വീപിനെ ഒരു നല്ല ടൂറിസം ഡെസ്റ്റിനേഷൻ ആയിട്ട് മാറ്റാൻ ശ്രമിക്കുകയാണ്. വളരെ അർഹിക്കുന്ന ഒരു അംഗീകാരമാണ് ലക്ഷദ്വീപിന് ഇപ്പൊ കിട്ടാൻ പോകുന്നത്. അവിടത്തേക്കുള്ള പ്രധാന പ്രശ്നം നമുക്ക് അവിടെ ചെന്നെത്താനുള്ള യാത്രാ സൗകര്യം. അതിന്റെ ഏറ്റവും അടുത്ത സ്ഥലം എന്ന് പറയുന്നത് കൊച്ചിയാണ്. അപ്പൊ കൊച്ചിക്ക് അവിടുന്ന് ഈ കൺവേയൻസിന് വേണ്ടി വലിയൊരു ബൂസ്റ്റ് കിട്ടാൻ പോവുകയാണ്. അത് നമ്മൾ മുൻപേ കൂട്ടി തന്നെ ടൂറിസ്റ്റുകളെ അംഗീകരിക്കുന്ന രീതിയിലുള്ള, ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന രീതിയിലുള്ള പാക്കേജുകൾ തയ്യാറാക്കേണ്ടതാണ്. ഈ ലക്ഷദ്വീപിന് അതിന് സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്രതിരോധപരമായിട്ടുള്ള കാരണങ്ങളും ഉണ്ട്. പക്ഷെ ടൂറിസ്റ്റുകളുടെ ഒരു ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് ഇപ്പോ ലക്ഷദ്വീപ് മാറാൻ പോകുന്നുണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞത് കേരളത്തിനോട് വളരെയധികം അടുത്ത് കിടക്കുന്ന സംസ്ഥാനവുമാണ്. തന്നെയല്ല, മലയാളം സംസാരിക്കുന്ന ആൾക്കാരുടെ ഒരു യൂണിയൻ ടെറിട്ടറിയും ആയതുകൊണ്ട് ആ പൊട്ടൻഷ്യൽ പരമാവധി ഉപയോഗിക്കണം. അതുപോലെ കേരളത്തിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയെ വെനീസിന്റെ മാതൃകയിലുള്ള ആ വിദേശികളെ ആകർഷിക്കുന്ന ഒരു സ്പോട്ടായിട്ട് എന്തുകൊണ്ട് മാറ്റുന്നില്ല എന്നുള്ളത് പലരും ചോദിച്ച ചോദ്യമാണ്. അവിടെയുള്ള ഈ വള്ളങ്ങൾ ആകർഷകമാക്കിക്കൊണ്ട് അതില് വിദേശികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള വിഭവങ്ങളും ഒരുക്കിക്കൊണ്ട് ആ വള്ളത്തിലൂടെ സഞ്ചരിക്കുന്നത് ആകർഷകമാക്കിക്കൊണ്ട് അസാധ്യകരവുമാക്കി കഴിഞ്ഞാൽ തീർച്ചയായും ഇപ്പൊ തന്നെ പോകുന്നുണ്ട്, ഹൗസ് ബോട്ടുകളിൽ പോകുന്നുണ്ട്, പോരാ. അതിന് പകരം വെനീസിലെ പോലെ തന്നെ ചെറിയ ചെറിയ ബോട്ടുകളിൽ, വള്ളങ്ങളിലൊക്കെ ആ നഗരം ചുറ്റി അതിന്റെ പഴയ പാരമ്പര്യ മാതൃകകൾ കാണിക്കാനുള്ള അവസരങ്ങൾ, അങ്ങനെയുള്ള പൊട്ടൻഷ്യലുകൾ ധാരാളമായിട്ട് ഉപയോഗപ്പെടുത്തിയ ടൂറിസം മാത്രമാണ്
കേരളത്തിന്, അതുപോലെ തന്നെ സേവന വ്യവസായം, ഇത് രണ്ടുമാണ് കേരളത്തിന് സാധ്യതയുള്ള മേഖലകൾ. അത് പരമാവധി ഉപയോഗിക്കുക. ഇപ്പൊ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലെ നമ്പർ 1 ആയിട്ടുണ്ട് സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം ഉണ്ടാക്കുന്നതിൽ. അത് കേന്ദ്രത്തിന്റെ പദ്ധതിയായിരുന്നു. അത് അങ്ങനെ കേന്ദ്ര പദ്ധതികൾ പരമാവധി നമ്മൾ ഉപയോഗിക്കുക. ചുമ്മാ എന്തിനും ഏതിനും സമരവും ഭരണവും എന്ന് പറയുന്നത് ഒരു പഴഞ്ചൻ മുദ്രാവാക്യമാണ്, കാലഹരണപ്പെട്ടതാണ്. കേന്ദ്രവുമായിട്ട് ഇപ്പൊ അദ്ദേഹം തൈക്കുംപള്ളി പറഞ്ഞ പോലെ KV തോമസിനെ എന്തിനാ വെച്ചിരിക്കുന്നത്? കേന്ദ്രവുമായിട്ട് സമരസപ്പെട്ടു പോവാനാ. അങ്ങനെ സമരസപ്പെട്ടുകൊണ്ട് പരമാവധി ആനുകൂല്യങ്ങൾ നേടുക. ഇപ്പൊ കേന്ദ്ര വിരുദ്ധനാണെങ്കിലും തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി സ്റ്റാലിൻ ചെയ്യുന്നതാണ്. കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളത് മുഴുവൻ വാങ്ങിച്ചിട്ട് അവർക്ക് നന്ദി പറയുക. കഴിഞ്ഞ പ്രളയ കാലത്ത് കണ്ടില്ലേ, പരമാവധി തുക അവർക്ക് കിട്ടി. അപ്പൊ നമ്മൾ ചുമ്മാ സമരം ചെയ്യുകയും കേന്ദ്രത്തിന്റെ പ്രമേയം പാസ്സാക്കി എല്ലാരും കൂടെ കൈയടിച്ച് പാസ്സാക്കുകയും ചെയ്താൽ കേരളത്തിന്റെ കാര്യം കട്ടപ്പുകയായി തീരുകയുള്ളൂ. കേന്ദ്രം കണക്ക് പ്രകാരം തരാനുള്ളത് നൽകിയിട്ടുണ്ട്. അതിനപ്പുറം നമ്മൾ വാങ്ങിക്കണമെങ്കിൽ എന്ത് വേണം? ലൈസൺ വേണം. അതെ, വളരെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളാണ് ശ്രീ രാജേന്ദ്രൻ പന്തളം മുന്നോട്ട് വയ്ക്കുന്നത്. പ്രത്യേകിച്ചും ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ബജറ്റിൽ പ്രധാനപ്പെട്ട ചില പദ്ധതികൾ പ്രഖ്യാപിച്ച ഒരു സാഹചര്യം കൂടി നിലനിൽക്കുമ്പോൾ ആ സാധ്യതകളും സംസ്ഥാനം പ്രയോജനപ്പെടുത്തുമോ എന്ന് ബജറ്റിൽ നമുക്ക് അറിയേണ്ടിയിരിക്കും.